അതല്ല ആരുടെയും പുതിയ അതിൻ്റെ അകത്തെ പോർഷൻസ് ഇതിൻ്റെ അകത്തുണ്ടെന്ന് കോപ്പി അടിച്ചു എന്നുള്ളതല്ല. എന്നുവെച്ചാൽ ആൾക്കാർക്ക് മുഷിപ്പും മടുപ്പും ഉണ്ടാക്കാവുന്നതാണ് സീക്വൻസ് എന്നുള്ളത് എഴുതുമ്പം തന്നെ നമുക്കറിയാം. ചിലർ ചോദിച്ചു ഇടയ്ക്ക് ഡ്രാഗ് ചെയ്യണം, ഇത്രയും യാത്ര ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് ഒരു മടുപ്പുണ്ടാകണം. പ്രത്യേകിച്ച് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 2-3 സീൻ കഴിയുമ്പോൾ മടുക്കും. കാരണം ഡെസേർട്ടിൻ്റെ ഒരു ഫ്ലാറ്റ് ലൈറ്റിൽ ആണെങ്കിൽ ഡെപ്ത് പോലും നമുക്ക് തോന്നത്തില്ല. കാരണം ഈ ഡ്യൂൺസൊക്കെ അങ്ങ് കവറായിപ്പോവും. ഒറ്റ രീതിയിൽ കടൽ പോലെ പരന്ന് കിടക്കുന്ന പോലെയാണ് ഉണ്ടാകുന്നത്. അപ്പം അതിനെ എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് എന്നുവെച്ചാൽ ആൾക്കാർക്ക് മുഷിപ്പും മടുപ്പും ഉണ്ടാക്കാവുന്നതാണ് സീക്വൻസ് എന്നുള്ളത് എഴുതുമ്പം തന്നെ നമുക്കറിയാൻ പറ്റും. അത് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ചലനം മൂവിങ് ആയിരിക്കണമെന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. പിന്നെ ഒരു ഘട്ടത്തിൽ കുറച്ച് ഡ്രാഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മ്യൂസിക് അങ്ങനെ എടുത്ത് വലിക്കുന്നത്. കാരണം ആ ഒരു ചിലർ ചോദിച്ചു ഇടയ്ക്ക് ഡ്രാഗ് ചെയ്യണം, ഇത്രയും യാത്ര ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് ഒരു മടുപ്പുണ്ടാകണം. അപ്പോഴാണ് നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും ആ ശബ്ദം കേട്ട് ഓടുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് ഊഹികളെത്തിയുള്ളൂ. അപ്പം ഇതൊരു സൈക്കോളജി ഇതിനകത്തെല്ലാം വർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് മൊണോട്ടണസ് ആവാതിരിക്കാൻ, ഡ്രാഗ് ചെയ്യണം, ഓക്കെ, മൊണോട്ടണസ് ആവാതിരിക്കാൻ വേണ്ടി അത് ബ്രേക്ക് ചെയ്യാന്നുള്ള സാധനം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതിനിപ്പോൾ ഇവിടെ തന്നെ ആ മിറാഷ് മറ്റേ വെള്ളം കാണുന്നതിൻ്റെ ആ ഒരു ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ട്, മറ്റേ നഗരം കാണുന്ന പോലെ, ബിൽഡിങ്സ് കാണുന്ന പോലെ ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഒതുക്കിയതാണോ കൂടുതൽ കൊടുക്കേണ്ട? നമ്മളിപ്പം വെള്ളം കാണുന്നത് എന്ന് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ക്യാമൽ ഇങ്ങനെ വെള്ളം കിട്ടാതെ ചത്ത് കിടക്കുന്നു എന്ന് പറയുന്ന സാധനം മുസാഫിറിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ ഡെസേർട്ടിനെ കുറിച്ചുള്ള പുള്ളിയുടെ ഒരു പുസ്തകത്തിൽ ഇങ്ങനൊരു ഫോട്ടോ ഉണ്ട്. അത് കാണുമ്പോഴാണ് എനിക്കത് അങ്ങനെ ഒരു സീനിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ആടുജീവിതത്തിൽ നിന്ന് നമ്മളും മാറി വായിച്ചിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇപ്പം ഈ മക്കയിലേക്കുള്ള റോഡ് ടു മക്ക എന്ന് പറയുന്ന പുസ്തകം, കാരശ്ശേരി മാഷയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ വായിച്ചിട്ടുണ്ട്. തെസിഗറിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പം ഡെസേർട്ടിനെ കുറിച്ച് ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അതല്ല ആരുടെയും പുതിയ അതിൻ്റെ അകത്തെ പോർഷൻസ് ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറയുന്നത് കണ്ടുപിടുത്തം. ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്ത് ഡെസേർട്ടിൽ അല്ലാതെ ഞാനങ്ങനെ പോയി ഡെസേർട്ട് ജീവിച്ചു എനിക്ക് അറിയാൻ പറ്റുമോ? ഡെസേർട്ടിൽ അനുഭവിച്ച ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ സംശീകരിക്കുന്നത്. ബെന്യാമിൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.